ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ ഹൈഗ്രോമീറ്ററാണ്. അതിനകത്തപ്പോൾ ടെമ്പറേച്ചറും അതുപോലെ ഹ്യൂമിഡിറ്റി നമുക്ക് ഡിജിറ്റൽ ഇതായിട്ട് കാണിക്കാൻ പറ്റും. വിത്ത് ക്ലോക്കുള്ള ഒരു സംഗതിയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലോക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പെട്ടി കണ്ടു. അപ്പോൾ പെട്ടിയെ നമ്മൾ മുറിക്കുകയാണ്. നമുക്കൊരു പണിയാം, ഈ കവറിങ്ങനെ കളയണ്ട, ചെറുതായിട്ട് ഇടന്ന് മുറിക്കാം. ഉണ്ടല്ലോ, വേറെ ഒന്നുമില്ല, ഇത്രയും സംഗതികളാണ്. അപ്പോൾ ഇത് അഡ്രസ്സ്, ഇത് ചെറിയ സംഗതിയാണ്, ഇത് ഇത്ര സംഗതി ഉണ്ടല്ലോ. തുറന്ന് നോക്കാം നമുക്ക്. ഈ സാധനം ഇവിടെയാണ് വെച്ചേക്കണേ. ഇങ്ങനെ വലിച്ചെടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഗ്രോമീറ്റർ. അതായത് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സംഗതികളാണ്. ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡിജിറ്റൽ തെർമോമീറ്റർ ആൻഡ് ഹൈഗ്രോമീറ്റർ, ഇതാണ് സംഗതി. മെയ്ഡ് വിത്ത് കമ്പോണൻസ് വിത്ത് തൈവാൻ. അപ്പോൾ മെയ്ഡ് ഇൻ ചൈന തന്നെ ആയിരിക്കണം, അറിയില്ല. മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് സാധ്യതയുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് മെയ്ഡ് ഇൻ ചൈന എന്നൊന്നും എഴുതിയിട്ടില്ല. ഡെസ്ക്ടോപ്പ് പ്ലേസിങ് ഓർ വാണിംഗ് എന്താ എഴുതിയേക്കണമെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് സംഗതി. 449 രൂപ എന്നൊക്കെ പറയുന്നത്. സോൾഡ് ബൈ ക്ലൗഡ് ഹെയിൽ. ആപ്റ്റക് ഡീൽസ് HTC-1 ഡിജിറ്റൽ ഹൈഗ്രോമീറ്റർ തെർമോമീറ്റർ ഹ്യൂമിഡിറ്റി മീറ്റർ വിത്ത് ക്ലോക്ക് LCD ഡിസ്പ്ലേ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കാം അല്ലേ. ഇത് അതിനകത്തൊരു ഡിസ്പ്ലേ വല്ലത് പൊളിച്ച് കളയുമ്പോൾ അങ്ങോട്ട് പൊക്കോളും. പിന്നെ ഇതാണ് സംഗതി. പിന്നെ ഇതിനകത്ത് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷനോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ. ടെമ്പറേച്ചർ മെഷറിംഗ് റേഞ്ച് ഫ്രം -50 Charlie to +70 degree Charlie എന്ന് പറഞ്ഞാൽ -50 ഡിഗ്രി തൊട്ട് +7 ഡിഗ്രി സെൽഷ്യസ് വർക്കിംഗ്. അക്യുറസി ±1 ആണ് സെൻറ്റിഗ്രേഡിനകത്ത്. ടെമ്പറേച്ചർ റെസൊല്യൂഷൻ 0.1 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് മറ്റേ ഫാരൻഹീറ്റ് വേറെ പറയുന്നുണ്ട്. ഹ്യൂമിഡിറ്റി മെഷറിംഗ് റേഞ്ച് 10% to 99% RH. അതാണ് അങ്ങനെ പറയാറ്. പിന്നെ അതിൻ്റെ അക്യുറസി, ഹ്യൂമിഡിറ്റിയുടെ അക്യുറസി ±5% RH. ഹ്യൂമിഡിറ്റി റെസൊല്യൂഷൻ 1%. പിന്നെ AAA 1.5 ബാറ്ററിയാണ് വേണ്ടത്. ഇതിൻ്റെ ഒപ്പം എന്തായാലും ബാറ്ററി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ ബേസിക് ഫങ്ഷൻ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഡിസ്പ്ലേ സെൽഷ്യസിലുണ്ട്, ഫാരൻഹീറ്റ് ഇതിനകത്തുണ്ട്. മാക്സിമം മിനിമം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഫങ്ഷൻ 24 hour ക്ലോക്ക്, ഹവർലി ചൈം ഫങ്ഷൻ, ഡെയിലി അലാം ഫങ്ഷൻ, കലണ്ടർ ഡിസ്പ്ലേ ഫങ്ഷൻ, ഓപ്പറേഷൻ മെത്തേഡ്, കീ ഫങ്ഷൻ, മോഡ്. ഇതിനകത്ത് മോഡ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്ററിൻ്റെ മെമ്മറി ഉണ്ട്. 3 കീകളാണ് ഇതിനകത്തുള്ളത്.
അപ്പോൾ ട്രിപ്പിൾ എ സിംഗിൾ ബാറ്ററി ഇത് സ്റ്റാൻഡ് ഇങ്ങനെ നോക്കാം ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡായിട്ട് വെക്കാം സംഗതി. അഡ്ജസ്റ്റ് മോഡ് മെമ്മറി, ഈ സാധനം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മാറിക്കിട്ടും. കണ്ട, അപ്പോൾ മാറിയത് തന്നെ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ട്രിപ്പിൾ എ ബാറ്ററി ഉണ്ട്, പക്ഷേ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇത് കളഞ്ഞിട്ടില്ല. അപ്പോൾ ബാറ്ററി ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ഇൻസുലേഷൻ കളഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. ഇനി അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ സംഗതി നേരത്തെ കാണിച്ച ഇത് ലൈറ്റ് ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഇത് വന്നത്. സോറി കേട്ടോ, കണ്ടില്ല. ഇപ്പോൾ എന്തായാലും 28.8 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്, 88% ഹ്യൂമിഡിറ്റി. ഇത് ക്ലോക്ക്. അപ്പോൾ നമ്മുടെ ഹൈഗ്രോമീറ്ററുള്ള ഡിജിറ്റൽ തെർമോമീറ്റർ ആൻഡ് ഹൈഗ്രോമീറ്ററുള്ള ക്ലോക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിത് കണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും 29 ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇനി അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഇതാണ് സെറ്റിങ് മോഡ് സെലക്ട് ചെയ്ത് പിന്നെ മെമ്മറി കൊടുക്കുക, അങ്ങനെ പല ഫങ്ഷൻ ഇതാണ്. അപ്പോൾ HTC-1 എന്ന ഹൈഗ്രോമീറ്റർ തെർമോമീറ്റർ അടങ്ങിയ ഡിജിറ്റൽ ക്ലോക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരു തംസ് അപ്പ് ഉണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നാൽ നിങ്ങൾ കണ്ട് ഇത് മോഡ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇത് മെമ്മറി, ഇത് നമുക്ക് അറിയാമല്ലോ, പിന്നെ അത് നിങ്ങൾ പ്രത്യേകം പറയണ്ടല്ലോ. ഓക്കെ എന്നാൽ.